ഇത്രയും നന്നായിട്ടുള്ള ഒരു കൂട്ടായ്മയാകും എന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും വളരെ നന്നായി, വളരെ മനോഹരമായി, നല്ല രീതിയിൽ തന്റെ അനുഭവങ്ങൾ കൂടി മറ്റുള്ള അമ്മമാർക്ക് കൂടി കരുത്ത് പകരുന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയതിന് അവരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു മാതൃകയാണ്. ഈ മേഖലയിൽ ഈ അനുഭവം കൂടിയുള്ള ആളുകൾ അവര് കൂടി ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ തുടങ്ങി പ്രവർത്തിക്കുന്ന സമയത്ത് അത് മറ്റുള്ളവർക്കും ഏറെ പ്രയോജനം ചെയ്യും എന്നതിൽ സംശയമില്ല. കൂടുതൽ കൂടുതൽ വിപുലമായി ഈ മേഖലയിൽ ഒരു മാതൃകാ സ്ഥാപനമായി ഈ സ്ഥാപനം മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ സാധാരണ ഒരു പരിപാടിയിലൊക്കെ പങ്കെടുക്കുമ്പോൾ അത്യാവശ്യം ആ പരിപാടിയെ കുറിച്ചൊക്കെ അന്വേഷിച്ച് സ്ഥലത്തെ കുറിച്ച് അന്വേഷിച്ചിട്ടാണ് ഞാൻ പങ്കെടുക്കാറ്. ഞാൻ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു. അപ്പൊ ഇതുവരെ വളരെ പോസിറ്റീവായിട്ടുള്ള റിവ്യൂ, ഒരു നെഗറ്റീവ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. മാത്രമല്ല എൻ്റെ പെങ്ങളെ കുട്ടി അടക്കം ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ലൈവായിട്ടുള്ള അനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പൊ വളരെ നന്നായിട്ടാണ്, ആത്മാർത്ഥമായിട്ടാണ് ഇവിടെ ഈ കൂട്ടായ്മയായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. ഈ സമയത്ത് ഇന്ന് ഞാന് വളരെ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകത വേൾഡ് ഓട്ടിസം ഡേ ആണ്. ഈ പരിപാടി ഞാൻ ഏറ്റെടുത്തത് ഇന്നല്ല, ദിവസങ്ങൾക്ക് മുമ്പാണ്. അവര് എൻ്റെ അടുത്ത് വന്നിരുന്നു, ഞാൻ പങ്കെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പങ്കെടുത്തു. അങ്ങനെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്ന ഇന്നലെ രാത്രിയിൽ വളരെ യാദൃച്ഛികമായിട്ടാണെങ്കിലും ഒരു വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അത് വാർത്തയുടെ ഹെഡിങ് എങ്ങനെയാണ്, മറ്റൊന്നുമല്ല, എൻ്റെ പെങ്ങള് ഒരു സർക്കാർ ഓഫീസിൽ പോയപ്പോൾ പെങ്ങളോട് മോശമായിട്ട് പെരുമാറിയതിന് ഞാൻ ആ സെക്രട്ടറിയെ തെറി വിളിക്കുന്നു എന്നാണ്. 9 വർഷമായി ഞാനൊരു ജനപ്രതിനിധിയാണ്. ഞാൻ പരമാവധി ആരെയും തെറി വിളിക്കാതെ ഇരിക്കുന്ന ഒരാളാണ്. ആവശ്യത്തിന് ഇടപെടുകയും വളരെ മോശമായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം കണ്ടാൽ വളരെ കർശനമായി അത്തരം കാര്യങ്ങളിൽ ഇടപെടുകയും അല്ലാത്ത സമയത്തൊക്കെ തന്നെ ഏറ്റവും നന്നായി എല്ലാ ഉദ്യോഗസ്ഥരോടും മാന്യമായി സൗഹൃദം പങ്കിടുന്ന ഒരാളാണ്. പക്ഷേ ഈ സംഭവം ഞാൻ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെ പറയാം, ഞാൻ മാധ്യമങ്ങളോടൊന്നും പറയാൻ പോയിട്ടില്ല. എൻ്റെ പെങ്ങള് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഈ രക്ഷിതാക്കളുടെ കൂട്ടത്തിലുള്ള ഈ പെങ്ങള് തന്നെയാണ്. പെങ്ങളുടെ കുട്ടി ഇവിടെ ഉണ്ട്. ആ കുട്ടിയെ നിങ്ങൾക്കറിയാം, ഈ സ്ഥാപനത്തിൽ ഇവിടെ വരുന്ന കുട്ടിയാണ്. എല്ലാ ദിവസവും ആ കുട്ടിക്ക് വരാൻ പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. ആ കുട്ടി ജനിച്ച സമയത്ത് ഡോക്ടർമാര് പറഞ്ഞതാണ് അധികകാലം ആ കുട്ടി ചിലപ്പോൾ ജീവിച്ചിരിക്കില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ്. പക്ഷേ ഞാൻ ഇത് പറയാനുള്ള കാരണം, അത് ആ കുട്ടി ഇന്ന് 12 വയസ്സായി. വലിയ രീതിയിലുള്ള പോരാളികളാണ് അമ്മമാർ. അത് പറയാൻ വേണ്ടിയാണ് ഞാനത് പറയുന്നത്. അമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോരാളികളാണ്, പകരം വെക്കാനില്ലാത്ത പോരാളികളാണ്. ആ കുട്ടിയെ ശുശ്രൂഷിച്ച് ഡയാലിസിസ് 1-ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയതാണ്. ആ ഡയാലിസിസ് വളരെ കൃത്യമായി മുന്നോട്ട് പോയി. ആഴ്ചയിൽ 3 ദിവസം. അവളെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട ഏറ്റവും വലിയ പോരാളികളിൽ ഒന്നാണ് എൻ്റെ പെങ്ങള്. അതുപോലെയുള്ള ഒരുപാട് പോരാളികളാണ് ഇവിടെ ഇരിക്കുന്ന അമ്മമാര് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഞാനത് പറയുന്നത്. ആ കുട്ടി ഇപ്പോഴും നല്ല രീതിയിൽ പോവുകയാണ്. 12-11 വർഷമായി ആ കുട്ടിക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല സുന്ദരമായ ഒരു കുട്ടിയാണ്. നന്നായി സംസാരിക്കും, നന്നായി മറ്റു കാര്യങ്ങളും കളിക്കാനും എല്ലാവരെ പോലെ ചിരിക്കാനും ഒക്കെ ആഗ്രഹമുള്ളതാണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയുമായിട്ട് ഓങ്ങല്ലൂര് പഞ്ചായത്ത് ഓഫീസിൽ പോയി ആ കുട്ടിയെ ഒരു വാഹനത്തിൽ, ഈ കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും 1 മണിക്കൂർ നേരം അവിടെ ആ സെക്രട്ടറി ഇരുത്തി. ഞാൻ എൻ്റെ പെങ്ങൾക്കൊരാവശ്യം എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വിളിച്ച് നേരത്തെ ഒരാവശ്യവും അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. അവര് നോർമലായിട്ട് പോയി അപേക്ഷ കൊടുക്കുന്നു. അവിടെ ഈ കുട്ടി ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടും സെക്രട്ടറി രാത്രി ചട്ടിച്ചോറ് വേണോ വേറെന്ത് ചോറ് വേണോ എന്ന് വിളിച്ച് സംസാരിക്കുന്നു. അതിനുശേഷം കുട്ടിയുടെ കാര്യത്തിലും മൈൻഡ് ചെയ്യുന്നില്ല. ഇവരോട് ഇവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചും ഇവരുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചും മോശമായിട്ട് പറഞ്ഞു. സാക്ഷിയാണ്. ഈ പെങ്ങള് എന്നോട് പറഞ്ഞില്ല,